നല്ല സന്തോഷമുണ്ട് ഈ ചടങ്ങിലേക്ക് എനിക്കും എത്താൻ കഴിഞ്ഞതിൽ. ഒരുപക്ഷെ ഇത്രയും കാലം CPMൻ്റെ ഭാഗമായി ജനപ്രതിനിധിയായി ജില്ലാ പഞ്ചായത്ത് 3 തവണ MLA ആയും ഒക്കെ പ്രവർത്തിച്ചിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും നിങ്ങളെയൊക്കെയും പലരെയും കാണാറുണ്ട്, നേതാക്കളെയൊക്കെ. അപ്പോൾ ആലോചിക്കാം, ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധിയായിട്ടുള്ള വർഗവഞ്ചകി എന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഭാഷകൾ പറയാമോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരു തോന്നലുണ്ട്, നിങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സരിനടക്കം ശോഭന ജോർജ് അടക്കം എണ്ണിയാൽ തീരാത്ത ഒട്ടേറെ പേർ ആ പ്രസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് കൂടി എനിക്ക് ഒന്ന് ചോദിക്കാനായിട്ടുണ്ട്. ഞാൻ എന്നും അത്രയൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് വെച്ചിട്ടാണ്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ ഈ പരിപാടിയിലാണ് ആദ്യമായിട്ട് ഞാനിപ്പം പങ്കെടുക്കുന്നത്, ഈ കോൺഗ്രസ്സിലേക്ക് വന്നതിന് ശേഷം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായതെന്ന് ചോദിച്ചു. വളരെ കാലമായിട്ട് ഞാനൊന്നും സത്യത്തിൽ ഒന്നും ചിന്തിക്കാതെ തുറന്നു പറയുകയാണ്. എന്നോട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണത്തിന് പോയപ്പോഴും പത്രക്കാരും മീഡിയ എല്ലാം വന്നിട്ട് ചോദിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒതുങ്ങിപ്പോകരുത്, പൊതുസമൂഹത്തോടൊപ്പം എത്രയോ പേര് ഇന്നങ്ങനെ എന്നെ വലിയ തോതിൽ ഉപദേശിച്ച ആൾ എൻ്റെ വീട്ടിൽ വന്നു, നല്ല തീരുമാനം എടുത്തെന്ന് പറഞ്ഞിട്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, വേലിലായുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം ഓഫീസിൽ കൂടെ പോയപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, മനുഷ്യൻ്റെ ഒപ്പം ഇത്രയും കാലം എന്തായാലും പ്രാക്ടീസൊക്കെ കുറേ ഒഴിവാക്കി എല്ലാവരോടും ഒപ്പം പ്രവർത്തിച്ചതല്ലേ, അപ്പോൾ അങ്ങനെ വേണം എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും പിന്നെ എന്തായാലും ഇപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കൂടി സ്വാതന്ത്ര്യമുള്ള, മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന എന്തായാലും ഒരു വലിയ ദേശീയ പ്രസ്ഥാനമാണല്ലോ, അതിൻ്റെ ഭാഗമായി ഇരുന്നാൽ കുറച്ചേറെ കാര്യങ്ങൾ, ഏതാണ്ട് വലിയ സംഭവം ഉണ്ടാക്കാനൊന്നുമല്ല ഇതൊക്കെ. ഇപ്പം താൽക്കാലികമാണെന്ന് ആക്ഷേപിക്കുന്നവരുണ്ടാവും. ഒരിക്കലും അത് ആക്ഷേപമല്ല. എവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും എല്ലാവരോടും ഒപ്പം, ജനങ്ങളോടൊപ്പം, എൻ്റെ പ്രസ്ഥാനം ഏതാണെങ്കിലും ആ പ്രസ്ഥാനത്തിന് മുകളിലല്ല ഞാൻ, ഒരിക്കലും ആയിട്ടില്ല, പണ്ടുമില്ല. എന്താണെങ്കിലും നയപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചോദിച്ചാലോചിച്ചുകൊണ്ടും മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ടും തന്നെയാണ് ഇരുന്നത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത് ഇത്രയും തുറന്നു പറയേണ്ടി വന്നത് ഇപ്പോൾ പല കോണിൽ നിന്നുള്ള വലിയ തോതിലുള്ള വർത്തമാനങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ല. ഇന്ന് തന്നെ എന്നോട് വലിയ നേതാക്കൾ വർഗവഞ്ചകയാണെന്ന് പറഞ്ഞ് പ്രതികരിച്ചതിനെ സംബന്ധിച്ച് 24 ന്യൂസ് ചോദിച്ചു. അതുപോലെ വേറെ ആൾക്കാർ, ഐസക് സാറിനെ പോലുള്ളവരും മറ്റുള്ളവരും പാർട്ടിയാണ് ഇതെല്ലാം തന്നതെന്ന് പറഞ്ഞു. എല്ലാം സമ്മതിച്ചു. എൻ്റെ അച്ഛൻ CPMൻ്റെ കാലത്ത്, അന്നത്തെ കാലത്ത് പാർട്ടിയെന്ന് പറഞ്ഞ് അച്ഛൻ്റെ പണം ചെലവാക്കി ഇതിലേക്ക് പ്രവർത്തിച്ച ആളാണ്. അച്ഛൻ്റെ നേരെ അനിയൻ പോലീസിൻ്റെ അടി ഇഷ്ടം പോലെ, കോളേജ് പ്രൊഫസറായിരുന്നു, NN പോറ്റി. ഞാൻ എല്ലാം പറയല്ല, അങ്ങനെ ആ പാർട്ടി ഇന്നില്ല എന്നുള്ളതാണ് ഫീൽ ചെയ്തത്. അന്നത്തെ പാർട്ടി അല്ലെങ്കിൽ പോലും ഞാൻ ഈ പാർട്ടിയിലേക്ക്, ഞാൻ ഇടതുപക്ഷത്തിലേക്ക് വരുന്ന കാലത്തെ ആ ഒരു മനസ്സോ ആ ഒരു രീതിയോ സത്യത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പരിശോധിക്കുക തന്നെ വേണം. ഇത് ഞാൻ പലരോടും പറഞ്ഞു, പാർട്ടിയുടെ എന്നോട് ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞു. ഏറ്റവും സങ്കടം, ഈ 3 തവണ MLA ആക്കി, അതിൻ്റെ എല്ലാ അവകാശവും അധികാരവും ഒക്കെ എടുത്തോട്ടെ, പക്ഷെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. പാർട്ടി ഏത് പാർട്ടി ആയാലും സ്ഥാനാർത്ഥിയാക്കുമോ എന്തെങ്കിലും ആകാം, അതൊരു വലിയ അധികാരമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അധികാരം എന്തിനാ? മനുഷ്യർക്ക് സഹായിക്കാനല്ലേ, മനുഷ്യർക്ക് വേണ്ടി നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവരിക, മനുഷ്യർക്കൊപ്പം നിൽക്കുക. അത് ഒരു ക്ലേശപ്പെട്ട പണി തന്നെയാണ്, ഒരു സംശയമില്ല. അതൊരു വലിയ കിരീടമായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇരുട്ട് വെളുക്കോളമുള്ള പാതിരാത്രിക്ക് കറണ്ട് പോയെന്നവരെ വിളിച്ചു പറഞ്ഞാൽ അതുവരെ അഡ്രസ്സ് ചെയ്യേണ്ട ജോലി ജനപ്രതിനിധിക്കുണ്ട്. അതൊരു വലിയ കിരീടമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയെല്ലാം ആക്ഷേപിക്കുന്നവരോടും കാലുമാറിയെന്ന് പറയുന്നവരോടും കാലുമാറി മറ്റു പാർട്ടികളിൽ നിന്ന് ആ പാർട്ടിയിലേക്ക് എത്തുന്നവരെ എന്താണ് പറയുന്നതെന്ന് എൻ്റെ ഒരു ചോദ്യമുണ്ട്. അതെന്ത് വർഗവഞ്ചനമാണെന്നുള്ള ചോദ്യം എനിക്കുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് എല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് തന്നതല്ലേന്ന് ചോദിച്ചാൽ താനെ ഒരെണ്ണവും നിയോജക മണ്ഡലത്തിലേക്ക് വരില്ല. അറിയുമോ, ഞാൻ ഇച്ചിരി സംസാരിച്ചു പോകും. താരേമല്ല, നിരന്തരമായിട്ടുള്ള ഇടപെടലും ഫോളോ അപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിൻ്റെ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളൊരു കമ്പാരിസൺ നടത്തണം. 2006 വരെയുള്ള 35 വർഷക്കാലം മന്ത്രിയായിട്ടൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരിക്കലുമല്ല. എന്ത് ഇവിടെ കൊട്ടാരക്കരയിലുണ്ടായി? 2006 ശേഷം 21 വരെ എന്തൊക്കെ ഉണ്ടായി? ഈ 5 വർഷം കൊണ്ട് എന്തൊക്കെ ഉണ്ടായെന്നൊരു താരതമ്യ പഠനം പത്രക്കാരുൾപ്പെടെയുള്ളവരുണ്ട്. ഒന്ന് പരിശോധിച്ചേ.
ഞാൻ ഒരിക്കലും ആരെയും എത്രയോ നല്ല സഖാക്കൾ, പ്രവർത്തകർ എനിക്ക് ഇപ്പോഴും ജീവൻ, അവരെന്നെ വെറുത്താലും എനിക്ക് വിഷമമില്ല. എനിക്ക് ഇപ്പോഴും അവരോട് ഇഷ്ടമുള്ള ഒത്തിരി സപ്പോർട്ട് താഴെത്തട്ടിലുള്ള എല്ലാ പ്രവർത്തകരും എന്നും തന്നിട്ടുണ്ട്. അതിലുപരി രാഷ്ട്രീയത്തിനതീതമായി ഞാനൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നപ്പോഴും നല്ല കരുതൽ തന്നവരും ഒപ്പം പ്രവർത്തിച്ചവരും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എതിർ രാഷ്ട്രീയത്തിൽ ഇരിക്കുമ്പോഴും നമ്മളൊന്നും രാഷ്ട്രീയം നോക്കിയല്ലല്ലോ ഒരു സ്ഥലത്തൊരു BJP എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നോക്കിയല്ല, പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ മേലെ ആയി പോകുന്നുണ്ടോ? അതുപോലെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നു. അവസാനം ഞാൻ മാറി. ഞാൻ ലാസ്റ്റ് എന്നും പറയുമായിരുന്നല്ലോ ഇനി പുതിയ ആളാണ് വരുന്നതെന്ന്. ഇപ്പം തന്നെ 3 പ്രാവശ്യമായി പുതിയ ആൾ വരുമെന്ന് ഞാൻ എല്ലാ വേദിയിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പുതിയ ആൾ വരുമെന്ന്. ആരോ ആയിക്കോട്ടെ, വന്നപ്പം ഏറ്റവും മുന്നിൽ നിന്ന് എനിക്ക് വോട്ട് തരണമെന്നാണ് എനിക്ക് വോട്ട് ചെയ്ത പോലെ എന്നേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് എത്ര യോഗങ്ങളിൽ ഞാൻ പറഞ്ഞു ഇല്ലേ? CPMൻ്റെ പ്രതിനിധിയെ ജയിപ്പിച്ചു ജനങ്ങൾ. ഞാൻ അന്നും പറഞ്ഞു തീർച്ചയായിട്ടും വലിയൊരു സ്ഥാനത്തൊരു എല്ലാവരും പറയല്ലോ കൊട്ടാരക്കരയ്ക്കൊരു മന്ത്രി വേണം. ഒരു മന്ത്രി ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ മന്ത്രി തന്നെ കൊട്ടാരക്കരയിൽ വന്നില്ലേ? ഞാൻ എന്തെങ്കിലും അപരാധം അവിടെ ചെയ്തോ? പക്ഷേ ഞാൻ MLA ഫണ്ട് കൊടുത്തത് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ തൊട്ട് മുന്നിൽ എൻ്റെ ഓഫീസിൻ്റെ മുമ്പിലുള്ള വിദ്യാഭ്യാസ സമുച്ചയം അടക്കമുള്ളത് 5 കോടി പിറകെ നടന്ന് അനുവദിപ്പിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ തറക്കല്ലിടിയിലിന് എന്നെ ക്ഷണിക്കാൻ അവിടെ ഉള്ളവർ വന്നു നോക്കുമ്പോൾ എൻ്റെ പേര് നോട്ടീസിലില്ല. അത്രയേ ഉള്ളൂ ഐഷ പോറ്റി. ഞാൻ ആരുമല്ല, എന്നെ പാർട്ടിയായി വലുതാക്കിയെന്ന് പറയുമായിരിക്കും. പാർട്ടി ഒരു സ്ഥാനം തന്നാൽ ജനങ്ങളുടെ ഇടയിൽ ഈ അംഗീകാരം വാങ്ങിക്കാൻ പറ്റുമോ? ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ, മനുഷ്യനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാലേ പറ്റൂ. ഞാൻ ഒരുപാട് വ്യക്തിപരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളൊക്കെ പറയും അമ്മയ്ക്ക് മാത്രം ഒരു സമയമില്ലേ, എൻ്റെ പ്രസൻസ് വേണ്ട സമയത്ത് എൻ്റെ കുട്ടികളുടെ കൂടെ പോലും എനിക്കിരിക്കാൻ പറ്റിയിട്ടില്ല. മോള് 10ലും മോൻ 5ലും പഠിക്കുമ്പോൾ അന്ന് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു എന്ന് നിങ്ങൾ പറയുക. ഇങ്ങനെ ചെയ്താൽ ഒരു പേര് പോലും വയ്ക്കാതെ ഐഷ പോറ്റി എന്ന ഒരാൾ ഇവിടെ ഉണ്ടാകണം എന്നില്ല, ഒരു സ്പേസ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ പേര് വർഗവഞ്ചന എന്നാണോ? നിങ്ങൾ പറയണം. ഞാനിതും തൻ്റെ ഇടമായിട്ട് എത്ര ആക്രമണം വന്നാലും ഞാൻ കൂസത്തില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും. എനിക്ക് സ്വതന്ത്രമായിട്ട് കുറേ കൂടി സ്വാതന്ത്ര്യമായിട്ട്, ഒന്നും വേറെ വേണ്ടിയിട്ടല്ല, കുറേ കൂടി സ്വാതന്ത്ര്യമായിട്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് എത്ര കാലം കൊണ്ട് എന്നോട് ഇതിൻ്റെ നേതാക്കൾ പറയുന്നുണ്ട്. ഞാനതൊന്നും ഇന്ന് വരെ പറഞ്ഞത്. എന്നോട് മാധ്യമങ്ങളെല്ലാം വന്നിട്ട് ചോദിച്ചു കോൺഗ്രസ്സിൽ പോകുന്നുണ്ടോ, ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് പോയി. അവിടെ പോയി ഞാൻ എന്താ പറഞ്ഞേ? ആര് നല്ലത് ചെയ്താലും ചെയ്തെന്ന് പറയണം. വലിയ പ്രളയം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഇറങ്ങുമല്ലേ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ എല്ലാ മനുഷ്യരുടെയും കാര്യങ്ങളിൽ കേൾക്കാൻ തീരുമാനിച്ച ആ മുഖ്യമന്ത്രിയെ നമ്മൾ സ്നേഹത്തോടെ കാണും. പ്രധാനമന്ത്രി നല്ലൊരു കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറയണം, അല്ലാതെ രാഷ്ട്രീയം വെച്ചിട്ടല്ലല്ലോ. ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റാണോ? വർഗവഞ്ചനയാണോ? പാർട്ടിയെ തള്ളിപ്പറയുകയാണോ? ആ പാർട്ടി നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു. പക്ഷേ ഇന്ന് പാർട്ടിയുടെ ആശയങ്ങളിൽ കൂടെ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. നിങ്ങളെല്ലാം വിചാരിച്ചു കാണുമോ ഇന്നലെ വരെ അവിടെ ഇരുന്നിട്ട് ഓരോരുത്തരുടെയും മുഖം ഞാൻ വായിച്ചു. ഞങ്ങൾ വക്കീലന്മാരുടെ ഒരു പ്രശ്നമാണ്, മുഖം നോക്കി മനസ്സിലാക്കും. ഇത്ര വരെ ഇങ്ങനെ ഇരുന്നിട്ട് വന്നേക്കുന്നു ഇങ്ങോട്ട്, ഇത്രയും കാലം അപ്പുറത്തിരുന്ന് എന്തൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ചിന്തിച്ച് കാണും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എത്രയോ കാലം ഇരുന്ന ശോഭന ജോർജ് അടക്കം 10 കൊല്ലമായിട്ട് ഓരോരോ സമിതിയിലിരിക്കുന്നു. സരിന് രതികുമാർ, അദ്ദേഹം ഇനി KV തോമസ്, പ്രൊഫസർ KV തോമസ് കേന്ദ്രമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റെ, ഭക്ഷ്യമന്ത്രി. അല്ല, അത് മാറി ഇതിൻ്റെ പേര് CPM പറയണം നേതാക്കൾ. എന്നെ വർഗവഞ്ചക എന്ന് വിളിച്ച എല്ലാവരും ഈ പേരെന്താണ്, ഇവരുടെ പേരെന്ന് ഇപ്പം പറയണം. എനിക്കൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ എടുത്തിട്ട് പറയുകയല്ല. പക്ഷേ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു നോട്ടീസിൽ പേര് വയ്ക്കാൻ ഞാനവിടെ പ്രസൻസ് ആയാൽ എന്താ കാര്യം? താലൂക്ക് ആശുപത്രി നിങ്ങൾ നോക്ക്. ഞാൻ ആരുടെയും പ്രവർത്തനത്തെ കുറ്റം പറയില്ല, ആത്മാർത്ഥതയോടെ വിചാരിക്കണം. എൻ്റെ ചീത്ത പറയുന്നവർ തീർച്ചയായിട്ടും റെപ്പൻഡ് ചെയ്യും. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു സംശയം. ഞാൻ ആരോടും ഒരു മോശം പറയാൻ പോകുന്നില്ല. പണ്ട് പിള്ളസാർ ഇരുന്നപ്പം ചന്തമുക്കിലൊരു പ്രസംഗം നടത്തിയത് കേട്ടവരിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഉണ്ട്. എത്ര മ്ലേച്ഛമായിട്ടാണ് ഞാൻ അന്ന് എന്താ പറഞ്ഞത്? എനിക്കന്നൊന്നും അത്ര എക്സ്പീരിയൻസ്, ഞാൻ ഈ മാതിരി ഭാഷ കേട്ടിട്ടില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു പാരമ്പര്യമില്ല. വളരെ ചിട്ടയോടെ വളരെ കർശന നിയന്ത്രണത്തിൽ വളർന്നു വരുന്നവരാണ് ഞങ്ങളൊക്കെ. മിണ്ടാതിരുന്ന ഐഷ പോറ്റിയെ ഇത്രത്തോളം എത്തിച്ചു എന്ന് ചില സഖാക്കൾ ഗ്രൂപ്പിലിട്ടു. മിണ്ടാതിരുന്ന ഐഷ പോറ്റിയെ ആരെങ്കിലും വിചാരിച്ചാൽ അല്ലെ വേറൊരാളെ മിണ്ടിക്കാൻ പറ്റുമോ? പാർട്ടിക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്താം, വാ തുറന്നാലല്ലേ മിണ്ടുള്ളൂ. അത് ആ തന്ന അവസരത്തെ മാന്യമായിട്ട് സ്നേഹത്തോടെ സ്വീകരിച്ച്
ഈ നാട് ഉൾപ്പെടെയുള്ളവരെ എന്നെ മാറ്റി ഇവിടം വരെ എത്തിച്ചു. പാർട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, സമ്മതിച്ചു, വളരെ സന്തോഷം. പക്ഷേ പാർട്ടിക്ക് അടുത്ത ആളെ നിർത്തി ജയിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം ആക്കിയതിൽ ഒരു കൊച്ചു പങ്കെങ്കിലും ഞാനും വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാതിരിയുള്ള എന്നോട് 100 കണക്കിന് ആൾക്കാരെ എല്ലാ ഭാഗത്തു നിന്നും വിളിച്ചു പറഞ്ഞു സോഷ്യൽ മീഡിയ തുറക്കല്ലേ എന്ന് 2 ദിവസത്തേക്ക്. അത് സ്നേഹം കൊണ്ടല്ലേ. ഈ സ്നേഹം ഈ എല്ലാ ജനങ്ങളോടും ഉണ്ട്, നിങ്ങളോടെല്ലാം ഉണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോഴും ഇപ്പോൾ വലിയ PR വർക്കല്ലേ, ഓരോ സ്ഥലത്തേക്ക് പോയാൽ അതങ്ങനെ ചെയ്യുന്നു, ഇവിടെ എന്തൊക്കെയോ വരുന്നു, നഗരസഭാ സമുച്ചയം വരുന്നു. കഴിഞ്ഞ കാലത്തുള്ള മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ ഇരുന്നപ്പം ഇവിടെ വ്യാപാര സമുച്ചയത്തിന് പണമൊക്കെ അനുവദിച്ചു. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെയും കൂടെ നല്ല സപ്പോർട്ടുണ്ടെങ്കിൽ അവിടെ ശരിയാക്കി കിട്ടണം. പുത്തൂർ അനുവദിച്ചു, ആ പുള്ളിക്കാരത്തി തന്നെ വന്നിവിടെ പറഞ്ഞതല്ലേ. ഇപ്പം ഇതെല്ലാം സമഗ്ര കൊട്ടാരക്കര, പുതിയ കാലം പുതിയ കൊട്ടാരക്കര സത്യത്തിൽ എന്ന് തുടങ്ങിയതാണെന്ന് നിങ്ങൾ പരിശോധിച്ചു. ഞാൻ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, കുറ്റപ്പെടുത്താനല്ല. ഇതൊക്കെ ഓരോ കാര്യങ്ങളും വിമർശിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുന്നവർ ആത്മാർത്ഥതയോടെ ഒന്ന് മുഖം കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.